കോടതി ഇന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. തെറ്റ് തിരുത്താൻ അവസരം നൽകിയിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ല എന്നാണ് കോടതിയുടെ വിമർശനമായി വരുന്നത്. സർക്കാർ നിലപാട് കോടതിയോടുള്ള അനാദരവാണ്. കോടതിയുടെ വാക്കിന് മുകളിലല്ല സർക്കാരിന്റെ വാദം. സർക്കാരിന് നിഷേധാത്മക സമീപനമാണെന്ന് കൂടി ഹൈക്കോടതി വിമർശിക്കുന്നു. INTUC നേതാവ് കടകംപള്ളി മനോജ് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിമർശനം. സായികുമാറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സായികുമാർ, ഗുരുതരമായ പരാമർശങ്ങളാണ് കോടതി നടത്തുന്നത്. ഒരുപക്ഷെ നമുക്ക് പറയാം തുറന്നടിക്കുകയായിരുന്നു കോടതി. തെറ്റുതിരുത്താൻ അവസരമുണ്ടായിട്ടും അതിൽ നടപടിയെടുത്തില്ല, അനാദരവ് കാണിക്കുന്നു. ഈ കോടതിയുടെ വാക്കിന് മുകളിലല്ല സർക്കാരിന്റെ വാദം എന്ന് കൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായും വിനിത, അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. കശുവണ്ടി വികസന കോർപ്പറേഷനിലെ മുൻ ചെയർമാനായ R ചന്ദ്രശേഖരൻ, അതോടൊപ്പം മുൻ MD ആയ K രതീഷ് എന്നിവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവാദം നൽകണം എന്ന് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിട്ടും കഴിഞ്ഞ കുറേ നാളുകളായി അതിലൊരു ഒളിച്ചുകളി നടത്തുകയാണ് സർക്കാർ. കോടതി തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടും എന്തുകൊണ്ട് സർക്കാർ അതിൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു എന്നാണ് ഇന്ന് രോഷത്തോടെ കോടതി ചോദിച്ചത്. തെറ്റുതിരുത്താൻ സർക്കാരിന് 2 അവസരം നൽകി, എന്നിട്ടും പഴയ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോഴും കാര്യങ്ങൾ. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇപ്പോഴും സർക്കാർ അനുവാദം കൊടുത്തിട്ടില്ല. 3ാം തവണയും വീണ്ടും കോടതിയുടെ മുന്നിലെത്തുമ്പോൾ പഴയ നിലപാട് അതേപടി ആവർത്തിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ഇത് കോടതിയോടുള്ള അനാദരവാണ്, കോടതി അലക്ഷ്യമാണ് എന്നാണ് ഇന്ന് കോടതി തുറന്നടിച്ചത്. കേസിൽ പ്രഥമദൃഷ്ട്യാ തന്നെ കുറ്റകൃത്യം കണ്ടെത്തിയിട്ടും എന്തുകൊണ്ട് അതിൽ പ്രതികളായിട്ടുള്ള ആളുകളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നാണ് കോടതി ചോദിക്കുന്നത്. കോടതിയുടെ വാക്കിന് മുകളിലല്ല സർക്കാരിന്റെ വാദം എന്നുകൂടി ഇന്ന് കോടതി പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച ഉത്തരവിൽ കൃത്യമായ കാരണം വ്യക്തമാക്കണം. കഴിഞ്ഞ 2 തവണയും വ്യക്തമായ കാരണം പറയാതെയാണ് സർക്കാർ ഈ പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ചത്. അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ കൃത്യമായ ഒരു കാരണം പറഞ്ഞേ മതിയാകൂ എന്നാണ് പറയുന്നത്. പ്രോസിക്യൂഷന് സർക്കാർ അനുമതി നൽകിയാൽ മാത്രമേ CBIക്ക് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. പക്ഷേ പ്രഥമദൃഷ്ട്യാ തന്നെ ഇതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്, ഈ തോട്ടണ്ടി ഇറക്കുമതി ചെയ്തതുമായി ബന്ധപ്പെട്ട് കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യമായിട്ടും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ എന്തുകൊണ്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന ഗുരുതരമായിട്ടുള്ള ചോദ്യമാണ്. ഇതിലെ നിഷേധാത്മക സമീപനം സർക്കാർ അവസാനിപ്പിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ഇത് വിധി പറയാൻ ഇന്ന് മാറ്റിയത്. വിനിത, ശരി. സായികുമാറാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.